സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ എങ്ങനെയിരിക്കും? അതെങ്ങനെ വരിക? ഞാൻ ചോദിക്കണ്. അല്ല, അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് എന്റെ ചോദ്യം. സുരേഷ് ഗോപിയുടെ ഭരണം മാറിയ ഭരണം ഈ നൂറ്റാണ്ടില് നടക്കില്ല. ഞാനുള്ള കാര്യം പറഞ്ഞാ ഈ നൂറ്റാണ്ടിൽ നടക്കില്ല. സുരേഷ് ഗോപി ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. അയാളെ കാര്യം പറയാലോ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. ഇല്ലാന്ന് എന്തിനാന്ന് അത് ഞാൻ എന്റെ പാർട്ടി ചതിക്കുന്നതല്ലേ. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ തൃശ്ശൂർക്കാരനല്ല. തൃശ്ശൂർക്കാരനാവണ്ട. അതൊന്നും ഇവിടെ നടക്കും. ഇവിടെ ഈ കാര്യങ്ങൾ ഒരു MP എന്ന നിലയ്ക്ക് ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. എന്നാലും അർദ്ധരാത്രിക്ക് കൊട പിടിക്കത്ത ഒരാളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആരാണ് അർദ്ധരാത്രിക്ക് രാഷ്ട്രീയക്കാരാ? മുഖ്യമന്ത്രിയിലേക്ക് സുരേഷ് ഗോപിനെ തെരഞ്ഞെടുക്കുന്ന ചോദ്യം തന്നെ കേൾക്കുമ്പോ എന്തോ ഒരു മൂടാവണില്ല. കാരണം ഈ സുരേഷ് ഗോപിയുടെ വരണം എങ്ങനെയുണ്ട്? തൃശ്ശൂർക്കാരനായോണ്ട് ചോദിക്കണം. അയാള് കുഴപ്പമില്ല, നല്ലതാണോ? അയാൾക്ക് അതിനൊരു കാര്യം മാത്രം, രാഷ്ട്രീയം അറിയില്ല പുള്ളിക്ക്. ആള് സാധുക്കളെ സംരക്ഷിക്കുക അത്രമാത്രം. കള്ളരാഷ്ട്രീയം അറിയില്ല. അതുകൊണ്ട് പല വിഡ്ഢിത്തരങ്ങളും ഉണ്ടാവുന്നുണ്ട്. വാക്കുകളിൽ നിന്ന് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. പലരും വെറുപ്പിക്കുന്നുണ്ട്. എങ്കിലും ആള് നല്ല മനുഷ്യനാണ്. ആൾക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. രാഷ്ട്രീയം അഭിനയിക്കാൻ അറിയില്ല, സിനിമയിൽ അഭിനയിക്കാൻ അറിയാം. ജെന്യുവൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് വീണ്ടും തൃശ്ശൂർ ഭരിക്കട്ടെ എന്ന് ആഗ്രഹിക്കണ്ട സുരേഷ് ഗോപി? അത് ഭരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല ഭരണമാണ്. സപ്പോസ് സുരേഷ് ഗോപി മുഖ്യമന്ത്രി എങ്ങനെ ഇരിക്കും? ഈ നടക്കാൻ പോണില്ല. ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ചോദിക്കോ? അല്ല, സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആവുന്ന കാലഘട്ടത്തൊന്നും ഞാനൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്ത് അപ്പൊ ഇപ്പടുത്തൊന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. അതല്ല എന്റെ ചോദ്യം ചോദിക്കുന്ന ആൾക്കറിയാത് ഇല്ലേ? അപ്പൊ കേരള അടുത്തൊന്നും BJP ഭരിക്കില്ല എന്ന് പറഞ്ഞു. ഭരിക്കില്ല, അടുത്തൊന്നും ഭരിക്കില്ല. ഇവിടെ BJPനെ സംബന്ധിച്ചേ കേരളത്തിൽ മാത്രം ഒരു വർഗീയത കാണിക്കാണ്ട് പോണുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളില് പണ്ടും നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പൊ അത് മാധ്യമങ്ങളിൽ കൂടി കയ്യോടെ കാണുന്നു ജനങ്ങള്. അപ്പൊ അതവർക്ക് പുറത്തുള്ളവർക്ക്, ഇവിടുത്തെ മറ്റു മത ന്യൂനപക്ഷങ്ങൾക്ക് അത് ഇങ്ങനെയൊക്കെ അവിടെ നടക്കണല്ലേ എന്നുള്ളൊരു ഇത് വരുമ്പോ BJPയോട് ഒരു എതിർപ്പ് വരണം. BJP ശരിക്കും വർഗീയ പാർട്ടിയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. BJPയില് എല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാ മതങ്ങളും ഉണ്ടല്ലോ. മുസ്ലിമും ഉണ്ട്, ക്രിസ്ത്യാനുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ജില്ലാ പ്രസിഡന്റ് ക്രിസ്ത്യാനെ. വർഗീയ പാർട്ടിയല്ല, പക്ഷെ വർഗീയതയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് ചില ആളുകളോ ചില സംസ്ഥാനങ്ങളിലും അങ്ങനെ വർഗീയത ഉണ്ടെന്നാണ് പറയണേ. കേരളത്തിൽ BJP വർഗീയത കാണിക്കില്ല. പിന്നെ എന്തുകൊണ്ടില്ല? കാണിക്കാൻ പറ്റില്ല. കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുള്ള സ്ഥലമാണ്. അപ്പൊ എന്തായാലും പഠിത്തമൊന്നും BJP ഭരിക്കില്ല കേരളത്തിൽ. ഭരിക്കാൻ സാധ്യതയില്ല. അതല്ല, തൃശ്ശൂർക്കാരനല്ലേ? ആണ്. സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട്? അതാണ് ആദ്യത്തെ ചോദ്യം. സുരേഷ് ഗോപിയുടെ ഭരണോ എന്താണ്? പൊളിയല്ലേ? പൊളിയാണ്. പൊരിരാവല്ലേ? സിനിമ അല്ല എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഉള്ളൂ. സിനിമ മനസ്സിലായി. ഐ മീൻ സിനിമയില് കാണിക്കുന്ന ആക്ഷൻ സാധനങ്ങളൊന്നും അല്ലാതെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോ അതിന്റെ ഒരു ചൂടും മേവും ഉണ്ടാവില്ലേ? ആ സാധനത്തിലുള്ള കുഴപ്പമില്ലാണ്ട്. എത്ര വർഷമായി ഇപ്പോ? ഇതിപ്പോ കയറിയിട്ട് 5 വർഷം ആവുന്നുള്ളൂ. എന്താ ചെയ്തത് തൃശ്ശൂരിന് വേണ്ടിട്ട്? എന്താ ചെയ്തത് തൃശ്ശൂരിന് വേണ്ടിട്ട്? എന്ത് ചെയ്തു പലതും പറയാൻ പറ്റിയിട്ട് കേന്ദ്രത്തിന്റെ ഒരു സഹകരണം വേണ്ടേ? അല്ല, പറയാൻ പറ്റുന്നതായിട്ട് എന്താ ചെയ്തില്ല? 5 വർഷത്തിന്റെ ഉള്ളില് എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഓർമ്മ കിട്ടണില്ല കേട്ടോ. അറിയില്ല, ഒന്നും അറിയില്ല. BJP കാരനാണ് ചേട്ടാ? അങ്ങനെയൊന്നുമില്ല, മനുഷ്യനാണ്. അല്ല, സാധാരണ BJP മനുഷ്യനാണ്. അതിനപ്പുറത്തേക്ക് വേറെ പാർട്ടി പരിപാടികൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മള് നമ്മളുടെ ഈശ്വരീയ സങ്കല്പങ്ങൾ സാധനത്തിലാണ് പോകുന്നത്. സാധാരണ അല്ലേ BJP സപ്പോർട്ട് ചെയ്യണവര് മാത്രമാണ് സുരേഷ് ഗോപി വോട്ട് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ചോദിച്ചത്. അല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ നല്ല ഭരണം ഏതാണ് കാഴ്ചവെക്കുന്നത് വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ കഴിയാവുന്ന വോട്ട് മാത്രമല്ലേ ഉള്ളൂ. അത് ചെയ്യുന്ന. അല്ല, ചേട്ടന് സുരേഷ് ഗോപിയുടെ ഗുണങ്ങൾ എന്താണ്? ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ ഓർമ്മയില് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പ്രായമായി 10-57 വയസ്സായില്ലേ? 57 വയസ്സ്. അങ്ങനെ അതുകൊണ്ട് ഓർമ്മയില്ല. അല്ല, 5 വർഷമായില്ലേ ഭരിച്ചിട്ടും? കുറെ വർഷമായിട്ടൊന്നും ഇല്ലല്ലോ ഭരണത്തില്. അത്ര ലെവലൊന്നും എനിക്ക് അങ്ങനെ പറയാനില്ല. പക്ഷെ ഇവിടെ നല്ലതാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മയിലുള്ളത്. പക്ഷെ പുള്ളി നല്ല മനുഷ്യനാണ്. വ്യക്തിപരമായിട്ടാണോ രാഷ്ട്രീയപരമായിട്ടാണോ? രാഷ്ട്രീയപരമായിട്ട് ആളെ മൊത്തം അങ്ങനെ വിലയിരുത്താൻ പറ്റില്ലോ. കാരണം ഒരു ആളുടെ സ്വാതന്ത്ര്യത്തിലല്ലല്ലോ ഭരിക്കണേ. പലരുടെ ആശയങ്ങളും കാര്യങ്ങളും കൂടി ഇദ്ദേഹത്തിന് ഉണ്ടാവല്ലോ.
അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. തികച്ചും വ്യക്തിഗതം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിട്ടാണ് നമുക്ക് കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്, ആവശ്യമില്ലാത്തതും എന്നാൽ എന്തിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനല്ലേ, കയ്യിൽ അധികാരം ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടാവും, ഏത് മനുഷ്യനുണ്ടാവുമല്ലോ. എന്നാലും അർദ്ധരാത്രിക്ക് കുട പിടിക്കത്ത ഒരാളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആരാണ് അർദ്ധരാത്രിക്ക് രാഷ്ട്രീയക്കാരാ പേര് പറഞ്ഞത്? അത് എന്തിനാ വ്യക്തിഗതമല്ലേ, അതെന്റെ സ്വന്തം താല്പര്യങ്ങളിലല്ലേ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കൺസെപ്റ്റിലുള്ള അങ്ങനെ ആൾക്കാരുണ്ടായിരിക്കും. ആയിക്കോട്ടെ. ഇപ്പൊ അല്ലേ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നടക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഇപ്പൊ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയായ എങ്ങനെ ഇരിക്കും? മുഖ്യമന്ത്രി ആയാലോ ബുദ്ധിമുട്ടാവും കേരളത്തിന്. കാരണം കേരളത്തിന് എന്നല്ല, ഇവിടെ മുഖ്യമന്ത്രിയിലേക്ക് സുരേഷ് ഗോപിനെ തെരഞ്ഞെടുക്കുന്ന ചോദ്യം തന്നെ കേൾക്കുമ്പോ എന്തോ ഒരു മൂടാവണില്ല. ഇനിയിപ്പോ അടുത്ത് നടക്കാൻ സാധ്യതയൊന്നുമില്ല, അതുകൊണ്ടാണ്. അതായത് നടക്കാനേ സാധ്യതയില്ല, ചിലപ്പോ വരാൻ വന്നേക്കാം, നടക്കാനോ സാധ്യതയില്ല, മഴ വരാതിരിക്കാം. ചേട്ടാ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത? ഇല്ലടോ, അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ആരായാലും വരട്ടെ, അവർക്ക് ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി അങ്ങനെ ഒരു വ്യക്തിഗത താല്പര്യത്തിലേക്ക് ഞാൻ ഇല്ല എന്നർത്ഥം. ഇല്ല, ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ അല്ല, നീ മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ച ഞെട്ടിപ്പോകുന്നവരല്ലേ പറഞ്ഞു? ഞെട്ടിപ്പോന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നല്ലത് തന്നെയാണ്, വരട്ടെ. പക്ഷെ അത് സാധ്യത ഇല്ല എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. കേട്ടില്ല? തൃശ്ശൂരില്ല, അവരോട് ചോദിച്ചു. അല്ല ചേട്ടനല്ലേ സുരേഷ് ഗോപി ഭരണം എങ്ങനെ ഉണ്ട്, അതാണ് ചോദ്യം. നമ്മളെന്ത് പറയാനാ ഭരണം എന്ന് വെച്ചാൽ നമ്മളെന്താ പ്രത്യേകിച്ച് കുറിച്ച് പറയാ? പ്രത്യേകിച്ച് ഉപകാരം തോന്നില്ല. നമുക്ക് ഓട്ടോക്കാരെന്നാണെങ്കിൽ നമുക്കൊരു ഉപകാരമില്ലല്ലോ. ഓട്ടോറിക്ഷക്കാർക്ക് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആവശ്യം ഇവിടുത്തെ റോഡുകളെല്ലാം കയ്യിലുണ്ടാ. സുരേഷ് ഗോപിയെ ചോദിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. ഒരു രാഷ്ട്രീയം പറയല്ല, നമുക്ക് ഇവിടെ ആവശ്യം റോഡാണ്. ഞാൻ ഒരു ഓട്ടോക്കാരനാ, ഓട്ടോക്കാരനെ സംബന്ധിച്ച് പറയാൻ എനിക്ക് റോഡാണ് ആവശ്യം, എനിക്ക് അതുള്ള ആവശ്യം നമ്മള്. അപ്പൊ ഇവിടെ റോഡുകളൊന്നും ക്ലിയർ അല്ല, നല്ല റോഡൊന്നും ഇല്ല. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് അല്ല, ഇവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക സ്ഥലം. അപ്പൊ ഇവിടെ റോഡ് അത്യാവശ്യമാണ്. 5 വർഷം ആവാനായില്ലേ ഇപ്പൊ ഭരിക്കാൻ സുരേഷ് ഗോപി? 5 വർഷം ഇല്ലല്ലോ, 5 വർഷം ആയിട്ടില്ലല്ലോ. 5 വർഷം ആവാൻ പോകുന്നില്ല. അല്ലല്ലോ, 5 വർഷം 2-2.5 കൊല്ലാണ്ടല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ചോദ്യം പറഞ്ഞല്ലേ, അപ്പൊ ഈ ഇത്ര വർഷം കൊണ്ട് എന്താണ് ഉപകാരം ഉണ്ടായത് ചേട്ടൻ? എനിക്ക് ഉപകാരം, ഞാൻ എന്നെ സംബന്ധിച്ച ഒരു ഓട്ടോക്കാരനാണെന്ന്. എനിക്ക് റോഡിനെ കുറിച്ച് എന്റെ ആവശ്യം റോഡാണ്. ചേട്ടനല്ല തൃശ്ശൂരിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ട്? അത് എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് ആവശ്യം, ഞാൻ ഒരു ഓട്ടോക്കാരൻ, എനിക്ക് റോഡ് ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. അത് റോഡ് ഇവിടെ ക്ലിയർ അല്ല. സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞല്ല, അത്ര നമുക്ക് പറയാറുള്ളൂ. ഓക്കെ. വേറെ കാര്യം ചോദിച്ചാൽ ഇപ്പൊ സപ്പോസ് സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ നടക്കാവുന്ന കാര്യമുണ്ട് സുഹൃത്തെ. നടക്കണ കാര്യങ്ങളാണോ ഈ നൂറ്റാണ്ടിൽ? നടക്കണ കാര്യമില്ല, നടക്കണ കാര്യമാണോ ഒരു സുരേഷ് ഗോപി ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? ആകെ സീറ്റ് ഉണ്ടാ? അല്ല, അങ്ങനെ എന്തിനാ സങ്കല്പിച്ച? നടക്കാത്ത കാര്യം ഈ നൂറ്റാണ്ടിൽ നടക്കില്ല. ഞാനുള്ള കാര്യം പറഞ്ഞാ ഈ നൂറ്റാണ്ടിൽ നടക്കില്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ, അയാളെ കാര്യം പറയല്ലോ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. അല്ലാതെ മോനെ ഈ നൂറ്റാണ്ടിൽ നടക്കില്ല. മുഖ്യമന്ത്രി ഒരു കണക്കൊന്നുമില്ലേ? ഒരു മുഖ്യമന്ത്രി എത്ര സീറ്റ് കിട്ടണം? ഒരു സീറ്റ് പോലും ഇല്ലാത്ത ആളെ എവിടെ നിന്നാണ് ഈ മുഖ്യമന്ത്രി ആവണേ? കണക്കൊന്നുമില്ലേ? ഇപ്പൊ അടുത്ത മുഖ്യമന്ത്രി ആവില്ല. ഇപ്പൊ അടുത്തുനിന്നല്ല, ഒരിക്കലും ആവില്ല. സുരേഷ് ഗോപി എന്തായാലും മുഖ്യമന്ത്രി ആവില്ല. സുരേഷ് ഗോപി എന്നല്ല, ഇവിടെ BJP കിട്ടിയ സുരേഷ് ഗോപി BJP കാരനാണല്ലോ അല്ലേ? അപ്പൊ ഇവിടെ ഭരിക്കുന്ന എത്ര സീറ്റ് കിട്ടണം? അതൊക്കെ നൂറ്റാണ്ടിൽ നടക്കണം കാര്യമാണ്. ചോദ്യത്തിന്റെ പ്രസക്തില്ല. ചോദിച്ചില്ല, കാരണം നടക്കാൻ ഞാൻ മോൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എത്ര സീറ്റ് കിട്ടണം? അല്ല, ഞാൻ ആരും ചോദിച്ചോട്ടെ, ഭാവിയിലില്ലേ മുഖ്യമന്ത്രി ആവാൻ യോഗ്യത ഉള്ള ഒരു നേതാവ് BJP ആരാ? അത് ഭാവിയിൽ വെച്ചാൽ നമുക്ക് മറ്റുള്ളതൊന്നും ഇല്ല, പറയാനായിട്ട് ഇല്ല, അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയണില്ലേ. കാരണം BJP ഒരുപാട് നേതാക്കന്മാരില്ലേ. അപ്പൊ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജയിച്ചോണ്ടാണല്ലോ പറയണേ. ഒരു കോമാളിയായിട്ട് തോന്നുന്ന നേതാവ് BJP ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത, അതൊന്നും നമ്മളൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. നമ്മളതൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കില്ല. ഇത് ചേട്ടനില്ലേ ഒരു 45 ലക്ഷം രൂപ തരികയാണ്, എന്നിട്ട് BJP-ക്കാരെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറയണം, വോട്ട് ചെയ്യും കൊടുക്കും. ഞാൻ ചേട്ടന്റെ കട മൊത്തം തീർക്കുക, ചേട്ടന് വീടും വെച്ചിരുന്നു BJP-ക്കാര്, അങ്ങനെ വോട്ട് കൊടുക്കുവോ? എനിക്ക് ഒരു വോട്ട് കൊടുത്ത വീടും എനിക്ക്
പൊന്നുകൊണ്ട് പൊതിയാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ ഭാര്യ വീട്ടുകാരും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ ചെറുപ്പം മുതൽ ആ പാർട്ടി വിശ്വസിക്കുന്ന. എന്ത് തന്നെ പറഞ്ഞാലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരു ബി ജെ പി എനിക്ക് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞാലും ഒരിക്കലും പോലും വേണ്ടാന്ന്. അതെന്തിനാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി കൊണ്ട് ഞാൻ വേറെ എനിക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ട് ഞാൻ വേറെ വോട്ട് ചെയ്യില്ലാന്ന്. അതിപ്പോ പരസ്യമായിട്ട് ഞാൻ പറയണേ. എനിക്ക് അല്ലെങ്കിൽ നേരിട്ട് പറയണ ഇത്ര ലക്ഷം രൂപ എനിക്ക് തരാൻ നിന്റെ കടം വിട്ടാന്ന് ഒരിക്കലും ചേട്ടന്റെ ജീവിതകാലം വേണ്ടാന്ന്. ഞാൻ എന്തിനാന്ന് ഞാനത് എന്റെ പാർട്ടിയോട് ചതിക്കല്ലേ ചീനെ. ചേട്ടന് ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അങ്ങനെ കടങ്ങൾ മാറ്റി തന്നിട്ട് അതൊരിക്കലും ഒരു വോട്ട് കൊടുത്താൽ മതി. ഇല്ലാന്ന്. എന്തിനാന്ന്? അത് ഞാൻ എന്റെ പാർട്ടി ചതിക്കുന്നതല്ലേ. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല വേറൊരു പാർട്ടി കുത്തി. ചേട്ടൻ ജീവിക്കണ എന്തിനാ? സന്തോഷം കിട്ടാന്, സമാധാനം കിട്ടാന്, കഷ്ടപ്പാടല്ല ജീവിക്കുക. അതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പൈസ കൊണ്ട് തന്നെ സന്തോഷമാവോ? പൈസ വലുതാണ്. പിന്നെ പൈസ ഒരു ഭൂരിഭാഗം സന്തോഷങ്ങൾക്കും കാരണം പൈസയാണ്. പക്ഷെ ഇല്ല, ഞാൻ അത് ഞാൻ സമ്മതിക്കുന്നത്. നമ്മൾക്കൊരു മെഡിക്കൽ ആവശ്യം വന്നാൽ പൈസ വേണം. നമ്മൾക്ക് ഒരാൾക്ക് എന്തെങ്കിലും സ്നേഹപ്രകടനം, ഗിഫ്റ്റ് കാര്യങ്ങൾ, അതിനും പൈസ വേണം. ചേട്ടൻ ഇവിടെ ഇരിക്കണത് പൈസ കിട്ടാൻ വേണ്ടിട്ടല്ലേ. ഞാനേ 33 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളോടെ അല്ല 36 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാ. മനസ്സിലായി. നമ്മളത് ഇന്നും നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെന്ന്. എനിക്ക് 60 വയസ്സായിരുന്നു. അപ്പൊ മറ്റൊരുത്തന്റെ നമുക്ക് ആവശ്യമില്ലാന്ന്. നമ്മൾ പണിയെടുക്കാൻ തയ്യാറാ. എനിക്ക് മറ്റൊരുത്തന്റെ ഞാൻ ഇല്ലില്ല. എത്ര പരസ്യമായിട്ട് പറയണ ഞാൻ എത്ര ബുദ്ധിമുട്ട് പോയാലും എന്നായാലും നമ്മളൊരു വോട്ട് കൊടുക്കും. ഞാൻ എന്റെ കമ്മ്യൂണിസ്റ്റ് പറയണേ. എന്നോട് എന്റെ വീട്ടിലേക്ക് എന്റെ ഒരു പാർട്ടിക്കാർ വരാറില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുന്ന ആളാ. ഞാൻ കമ്മ്യൂണിസ്റ്റ് അറിയാം. പിന്നെ എന്തായാലും ഞാൻ വോട്ട് ചെയ്യുന്നത്. സുരേഷ് ഗോപി എന്തൊട്ട് ചെയ്താണോടാ? എന്തൊട്ട് ചെയ്താണെന്ന് നിങ്ങൾ പറയാം. അതിന്റെ മറുപടി ഞാൻ തരാം. എന്താ ചെയ്താണെന്ന് പറയും. എനിക്ക് അതാണ് കാര്യം. വേണ്ട, താങ്കൾ തൃശ്ശൂർക്കാരനാവണ്ട. താങ്കള് ഒരു കേരളത്തിൽ താമസിക്കുന്ന ആളാണോ? ആണോ? ആണ്. ഓരോ ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ടാവും. മനസ്സിലായോ? MLA തന്നെയാണ് മന്ത്രിയാവുക. അതെ. അപ്പൊ താങ്കളുടെ ഭാഗത്ത് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ഉണ്ടാവുമോ? താങ്കൾ എവിടെയാ? കേരളത്തിൽ തന്നെയാണോ? തമിഴ്നാട്ടിലല്ലോ? അല്ല, കേരളത്തിൽ താങ്കളുടെ സ്ഥലം എവിടെയാ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ബാക്കിയുള്ള കഥ പറഞ്ഞത് തന്നെ ഞാൻ വിടല്ലേ. താങ്കൾ എവിടെ താമസിക്കും? ഞാൻ മലപ്പുറത്ത് ആരാണ് MLA? എനിക്ക് അതിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും പിന്നെ ഒന്നും അറിയാണ്ടാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്താണ് നിയമസഭ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഭാഗമായിട്ട് ചോദിച്ചറിഞ്ഞത്. അതന്നെയാണ് എന്റെ ചോദ്യം. താങ്കളുടെ മണ്ഡലം ഞാൻ പറയട്ടെ. ഞാൻ അതിനെ പറയാം. എനിക്ക് രാഷ്ട്രീയ വിഷയങ്ങളോടും ഈ മന്ത്രി ഇങ്ങനത്തെ നിയമത്തിനോടോ പൊതുവെ അതിനെ അറിയണ പറഞ്ഞാൽ ഇത് നിങ്ങളെ ചോദ്യം ചോദിക്കാൻ വേണ്ടി അറിയണം. അല്ലാണ്ട് കൂടുതലായിട്ട് അറിയാനോ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തിയോടും താല്പര്യമില്ല, ആരോടും താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കണതിന്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ ചോദിക്കണമെന്നുള്ളൂ. അപ്പൊ ആ ഭാഗമായിട്ട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. താങ്കൾക്ക് റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് ഉണ്ട്. അതിൽ നിന്ന് അരി മേടിക്കുന്നുണ്ടോ? വീട്ടിൽ അമ്മയായാലും അച്ഛനായാലും അരി മേടിക്കുന്നു. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് സർക്കാർ തരുന്നത്. ഏത് സർക്കാർ തരുന്നത്? പിണറായി സർക്കാർ. അപ്പൊ പിണറായി സർക്കാരിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അരി മേടിക്കുന്നതിന് മാത്രം കുറിച്ച് പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. താങ്കളുടെ വീട്ടിൽ അരി റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നത് താങ്കൾ പറയുന്നു. അല്ല, കറക്റ്റ് അല്ലേ? പിണറായി സർക്കാർ അങ്ങനെ നല്ലതാണ്. എനിക്ക് മൊത്തത്തിൽ മോശം തോന്നിയിട്ടില്ല. തരക്കേടില്ലാത്ത കുഴപ്പമില്ല. അത് കേട്ടറിവും എനിക്ക് ഗുണങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അതായിട്ട് അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് ഒരു അറിവായില്ലേ? രാഷ്ട്രീയം ഇല്ലാത്ത ആള് നല്ല രാഷ്ട്രീയം പഠിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടാ. അപ്പൊ അതിന് എക്സാമ്പിൾ റേഷൻ കാർഡ് ഇല്ലാത്ത വീടുണ്ടാവില്ല. ഇല്ല. അതാണ് താങ്കൾക്ക് ഉള്ള കാര്യത്തിനെ കുറിച്ച് താങ്കളോട് ചോദിച്ചത്. അപ്പൊ താങ്കൾ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു ഇല്ലേ? ഇനി താങ്കൾക്ക് അടുത്ത ചോദ്യം വരിക. അല്ല, ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം എന്താണ് ചോദ്യം ചോദിച്ചത്? സുരേഷ് ഗോപിയുടെ ഭരണം അങ്ങനെയുണ്ട്, അതാണ് എന്റെ. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഈ മണ്ഡലത്തിലുള്ള ആളാ. ഇന്ന് വരെ ഒരു കാര്യം ചെയ്ത് എന്റെ അറിവിലോ പരിചയത്തിലോ ഒരു കാര്യമില്ല. ചെയ്തിട്ടില്ല. ഇനി BJP-കാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സുരേഷ് ഗോപി BJP-കാരനാണോ അതോ കോൺഗ്രസ്സുകാരനാണോ അതോ ആളെ ഏത് പാർട്ടിയാണോ നോക്കിയിട്ടാണോ അവന്റെ ആൾക്ക് ഗുണം ചെയ്യുന്നത്? അല്ല, ഞാനൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തു തന്നിരിച്ചു. ആള് ജയിച്ചില്ല. ജയിച്ചത് ഓപ്പോസിറ്റ് ഉള്ള ആളാണെന്നൊക്കെ. ജനങ്ങളുടെ MLA MP ആയിട്ട് വരുന്ന വ്യക്തിയാണുള്ള ആള്. അത് കറക്റ്റ് ആണല്ലോ. താങ്കളുടെ വിദ്യാഭ്യാസം വെച്ചിട്ട് അത് കറക്റ്റ് അല്ല. താങ്കൾ ചെയ്തത് ലെഫ്റ്റിനായിരിക്കാം, അല്ലെങ്കിൽ റൈറ്റിനായിരിക്കാം, അല്ലെങ്കിൽ BJP-ക്കായിരിക്കാം. ഇതിൽ മൂന്നിലൊരാളാണ് ജയിക്കുക. ആ വരുന്ന ആള് സാധാരണഗതിയിൽ ജനങ്ങളുടെ MLA, MP അല്ലെങ്കിൽ മന്ത്രി, ജനങ്ങളുടെ അല്ലെ? കറക്റ്റ് അല്ലേ? ആ വ്യക്തി നമ്മൾക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം വന്നത് അല്ലേ? അത് എന്റെ കൺവട്ടത്ത് ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തുടരണം ആഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? ഇവിടെ ഒന്നും
ആള് ചെയ്തിട്ടില്ല. കണ്ടില്ല. ഏ ആ പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾക്ക് മലപ്പുറത്തെ വീടെന്ന് പറഞ്ഞു, ആ താങ്കൾക്ക് അവിടെ മാത്രമല്ലേ വോട്ടുണ്ടാവുള്ളൂ? ആ അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടാവുള്ളൂ, 2-3 സ്ഥലത്ത് വോട്ടുണ്ടാവില്ല. ഇല്ല ഇല്ല. ആ കറക്റ്റ് ആണ്. താങ്കൾ താങ്കളുടെ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ? പഞ്ചായത്ത്. പഞ്ചായത്തിൽ സ്ഥലത്ത് വോട്ട് ചെയ്തു. നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്തു. അതൊരു ന്യായമായിട്ടുള്ള രീതിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ന്യായമായ രീതിയല്ല. അല്ല. താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പെട്ടതിന് ശേഷം താങ്കൾ എവിടെയാണോ വോട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയല്ലേ നമ്മൾ സ്ഥിരമായിട്ട് പോണത്. ഇത് 3 പരിപാടി വരുമ്പോൾ 3 സ്ഥലത്ത് വോട്ട് ചെയ്യുന്നത് ഒരു ശരിയായ മാർഗമല്ലല്ലോ. അല്ല. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, ഇപ്പൊ ഇതിനോടല്ലേ സുരേഷ് ഗോപി നേരിട്ടാണ് ഈ ചേട്ടൻ എന്താ പറയാ? ഇത് തന്നെയാണ് കാര്യങ്ങൾ ഞാൻ ചോദിക്കുക. പറയും എന്താണ് താങ്കൾ എന്താ ഇങ്ങനെയാ ഈ ഓടി നടന്ന ഈ നിയമസഭ ഇലക്ഷന് ഇവിടെ, അത് കഴിഞ്ഞ് പാർലമെന്റ് ഇലക്ഷൻ വേറെ സ്ഥലത്ത്, പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ വേറെ സ്ഥലത്ത്, ഇതേമാതിരി നടന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഓടി നടന്നിട്ട് ഇപ്പോ ഏകദേശം 2.5 വർഷമായി തൃശ്ശൂർ മണ്ഡലത്തില്. ഇതിൽ അതിന്റെ ഇടയ്ക്ക് കുറെ അധികം ജാഥകളും അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ വന്നിട്ടുണ്ട്. ജാഥ അല്ലല്ലോ നമുക്ക് അരിമാർഗം. ജാഥയാണോ മോനെ നമ്മുടെ അരിമാർഗം വേണ്ടത്? അല്ലല്ലോ. അല്ല. നമ്മൾ ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ പൊതുവായിട്ട് നമുക്കൊരു ഗ്രാമത്തിൽ വേണ്ട പരിപാടികൾ എന്താണെന്നറിയോ? നമുക്ക് ഈ യൂട്യൂബർ അല്ലേ, ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നീ നിന്റെ വീടിന്റെ ഫ്രണ്ടില് റോഡാണെന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് ഒരാളും പുല്ലിയത്തിലും കാര്യങ്ങളും ഉണ്ടാവില്ല. ചെയ്യോ? നമ്മുടെ വീടിന്റെ പുറത്തത്തെ കാര്യമാണ് പറയുന്നത്. വീടിന്റെ അകത്ത് നമ്മൾ ചെയ്യും. അപ്പൊ അതിനെന്ത് വേണം? പഞ്ചായത്തിന് നമ്മൾ കുറച്ച് ജോലിക്കാരെ വെച്ചിട്ടുണ്ട്. അവര് കറക്റ്റ് ആയിട്ട് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. പുറത്തൊരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ? അതെ. രണ്ടാമത്തെ കാര്യം, ഒരു പോസ്റ്റ് ഉണ്ടാവും നമ്മുടെ വീടിന്റെ പടിക്ക്, അല്ലെങ്കിൽ കുറച്ച് നീങ്ങിയിട്ട് ആ ലൈറ്റ് കത്തിയില്ലെങ്കിൽ എന്തുണ്ടാവും? ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കാര്യങ്ങൾ ഒരു MP എന്ന നിലയ്ക്ക് ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. എടുത്തു പറയാതൊക്കെ താങ്കൾക്ക് തൃശ്ശൂർ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് അറിവില്ലാത്ത കാര്യമാണ് താങ്കളോട് പറയുന്നത്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഇപ്പൊ BJP പ്രതിനിധിയായിട്ട് സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ എങ്ങനെ ഇരിക്കും? അതെങ്ങനെ വരിക? ഞാൻ ചോദിക്കുകയാണ്. അല്ല, അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് എന്റെ ചോദ്യം. എങ്ങനെയാ വരിക? താങ്കൾ ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ താങ്കൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആവില്ല. ഒരിക്കലും BJP ആയിട്ട് സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആവാൻ സാധ്യത 100% ആവില്ല. അതാ കേരളത്തിൽ BJP ഭരിക്കില്ല എന്നാ പറഞ്ഞത്. സുരേഷ് ഗോപി ഭരണം ഉണ്ടാവില്ല. അത് റൈറ്റ് ലെഫ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേരളത്തില്. ഒന്നല്ലേ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. ഈ ട്രിവാൻഡ്രത്തിന് വന്നതുപോലെ എന്താണ് കേരളത്തിൽ ഒരു ദിവസം എങ്ങനെയും ഒരു സുപ്രഭാതത്തിൽ മെല്ലെ എങ്ങനെയാണ് സുരേഷ് ഗോപിയോടെ ജയിക്കാൻ കാരണം താങ്കൾക്ക് അറിയും? ആ ചോദ്യമാണ് ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഞാൻ കേട്ടറി വെച്ചിട്ട് കുറെ കള്ളവോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് താങ്കൾക്ക് മലപ്പുറത്ത് നിന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? അത് മാത്രമല്ല, അത് സത്യമാണെന്ന് എനിക്കറിയില്ല. അത് സത്യമാണെന്നും നമുക്ക് അറിയുന്ന കാരണമല്ല താങ്കളോട് ഞാൻ ചോദിച്ചത്. താങ്കൾ ആ ചോദ്യം ഒരു തൃശ്ശൂർക്കാരൻ നിലയിൽ കള്ളവോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത്ര തന്നെയുള്ളൂ. ആണോ? അതെ, 100%. ആണ്. ഇനി എന്താ അറിയണ്ടേ? ചോദിച്ചതിന് ഉത്തരം താങ്കൾക്ക് ആ ചോദ്യത്തിലുള്ള മറുപടി താൻ കേരളീയരും തിരിച്ച് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് താങ്കളൊരു ചോദ്യം ചോദിച്ചാൽ താങ്കളോട് ഞാൻ തിരിച്ചും ചോദിക്കും. ഓക്കെ. ഞാൻ ചേട്ടന്റെ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചേട്ടന്റെ കടങ്ങള് ഒക്കെ വീട്ടിൽ തരാനും BJP ആയിട്ട് ഒരാൾ വരുന്നു. അപ്പൊ ചേട്ടന് BJP-കാർക്ക് വോട്ട് ചെയ്യോ എന്നുള്ളതാണ് ചോദ്യം. ഒരു നിലയ്ക്ക് വോട്ട് ചെയ്യില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ലല്ലോ ഈ ലോകത്തിന്റെ ഉള്ള കടക്കാരുള്ളത്. ഈ ലോകത്തിലുള്ള എല്ലാ വീട്ടിലും കടം കാര്യങ്ങളും വിഷയങ്ങളില്ലാണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. മനസ്സിലായി? അല്ല, ചേട്ടന്റെ കടങ്ങൾ തീർത്തു തരുന്നു. പുതിയ ചേട്ടന്റെ വീടില്ലെങ്കിൽ വീട് വെച്ച് തരുന്നു. ചേട്ടന്റെ ജീവിതകാലം നിലവാരം മെച്ചപ്പെട്ട് തരുന്നു. ജീവിതകാലം ഇനി അങ്ങോട്ടുള്ള ജീവിതമൊക്കെ വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ആ രീതിയിലാക്കുന്ന BJP പ്രവർത്തകൻ. അപ്പൊ ആ BJP-കാർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അത് നടപ്പാവാത്ത കാര്യമാണ്. നടപ്പാവില്ല. എന്താണെന്ന് വെച്ചാൽ വാക്കുകൊണ്ടല്ലോ നടപ്പാക്കേണ്ടത്, പ്രവൃത്തി കൊണ്ട് നടപ്പാക്കി. അതിന് കാരണം പറഞ്ഞുതരാം. പ്രവൃത്തി എന്തുകൊണ്ടില്ല? നിൽക്കോ? ഞാൻ ആദ്യം നാട് നന്നാക്കിയിട്ട് വേണം വീട് നന്നാക്കാനായിട്ട് പറഞ്ഞെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ കൊണ്ടുവരുന്നത്. നാട് നന്നാക്കാനാണ് രാഷ്ട്രീയക്കാരെ നമ്മൾ കയറ്റി കൊണ്ടുപോകണം അല്ലേ? വീട് നന്നാക്കാനല്ലോ. അല്ലല്ലോ. അത് താങ്കൾക്ക് അറിവിലുണ്ടോ? അല്ല, അവരവരുടെ വീട് നന്നാക്കുന്നുണ്ടല്ലോ. ഞാൻ അവരവരുടെ വീട് നന്നാക്കണ കാര്യം തന്നെ പറഞ്ഞു, അവിടേക്ക് തന്നെ പറഞ്ഞു പറഞ്ഞത്. അപ്പൊ നാട് നന്നാക്കാനാണ് നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കയറ്റി കൊണ്ടുവരുന്നത്. ആണോ? അത് കറക്റ്റ് ആണ്. അപ്പൊ നാട് നന്നാക്കാത്ത ആള് വീട് നന്നാക്കുവോ? ഇല്ല.
അതാണ് അതിനുള്ള ഉത്തരം. അതാണ് അതിന്റെ ഉത്തരം. നാട് നന്നാക്കാത്താൽ വീട് നന്നാക്കില്ല. സ്വന്തം വീട് നന്നാക്കുമെന്ന് ചോദിച്ചാൽ താങ്കൾ അതിന് ഉത്തരത്തിൽ നിന്ന് നോക്കിയെടുത്തോ. ആ ഉത്തരത്തിൽ നിന്ന് താങ്കൾ നോക്കിയെടുക്കണം. ചേട്ടന്റെ പേരെന്തായിരുന്നു? മധു. ഏതെങ്കിലും പാർട്ടി? പാർട്ടി നമുക്ക് മനസ്സിന്റെ ഉള്ളിലുള്ള പാർട്ടി അത് ഏതെങ്കിലും ആയിക്കോട്ടെ. ഒരു പാർട്ടി LDF, LDF, UDF, ഏതെങ്കിലും പാർട്ടി ആവട്ടെ. പറഞ്ഞു വെച്ചിരിക്കും ധാരണ LDF. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതിൽ നിന്ന് സംസാരത്തിൽ താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? LDF ആണ്. മധു. മധു. ഓക്കേടാ, താങ്ക് യു. ചേട്ടന് തൃശ്ശൂർക്കാരനല്ലേ? അതെ. ചോദ്യമല്ലേ സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട്? സുരേഷ് ഗോപിയുടെ ഭരണം മാറിയ ഭരണം. കേട്ടില്ല. പോരാ. എന്താ പറ്റി? കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇപ്പൊ ആൾക്ക് ഒഴിവില്ലാത്ത മാതിരി ഇപ്പൊ ആളുടെ പെരുമാറ്റം. കാരണം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക എന്നുള്ള സംഗതികൾ അതെല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടല്ലോ. അതുപോലെ അല്ലായിരുന്നു ആളെ വിശ്വസിച്ചിരുന്നത്. കാരണം ആള് നല്ലത് ചെയ്യും. ഇപ്പം തൃശ്ശൂർ അങ്ങനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അങ്ങൊരു തൃശ്ശൂരിനെ തലയ്ക്ക് മോളികൂടെ കൊണ്ട് നടക്കുന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഒരു CIT കാരനായതുകൊണ്ട് മാത്രം പറയണമെന്നല്ല. നമ്മൾ പേപ്പറിലൂടെയും പിന്നെ ചാനലിലൂടെയും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പറയണം. അപ്പോൾ ആളൊന്നും കൂടി നല്ലൊരു കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. നന്നായിരിക്കും എന്നാണ് ഉറപ്പ്. കാരണം നല്ലൊരു പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ്. എന്ത് കാര്യം അതെ, ഒന്നും ചെയ്തത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ജനങ്ങൾക്ക് തൃപ്തികരമല്ല. അതാണ് എൻ്റെ ഒരു പൊതു അഭിപ്രായം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തതൊന്നും ശരിയല്ല. ചെയ്തില്ല എന്ന് പറയാൻ പാടില്ല. നമുക്ക് എന്താ കാര്യം ചെയ്തത് എന്താന്നുള്ളത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അത് നമ്മൾ പറയാൻ പാടില്ല. ജനങ്ങളിൽ കൂടെ അറിയാം. ഇത്രയും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നല്ലൊരു മനുഷ്യനും കൂടിയാ. നല്ല പാവപ്പെട്ടവരെ കൂടുതൽ സഹായിക്കുന്ന ഒരു മഹാ വ്യക്തിയാണ് ആള്. പക്ഷെ എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ആളുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പുറത്തു വരുന്നില്ല. അതെന്തുകൊണ്ടാന്നുള്ളത് അറിയുന്നില്ല. ആള് ഇപ്പോ സജീവമല്ല എന്ന് തോന്നുന്നു. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ BJP ഭരണം വരില്ല. നമ്മളങ്ങനെ വിചാരിക്കും തോറും പൊട്ട കാര്യങ്ങളാണ്. ഒരിക്കലും വരില്ല. ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ്, ഈ രണ്ട് ആൾക്കാർക്കാണ് ഈ കേരളം ഭരിക്കാനുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. BJP ഒരു ഇപ്പോഴത്തെ തലമുറയിൽ വരാൻ സാധ്യത കുറവാണ്. ഇനി വരും തലമുറകളിൽ മുഖ്യമന്ത്രി ആവാനോ സാധ്യതയുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ വരാനുള്ള ഒരു കാരണവശാലും വരില്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. ഒരിക്കലും വരില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ആളുടെ സ്വാധീനവും ആളുടെ ശക്തി ആഗ്രഹിച്ച പോരല്ലോ വരണ്ടേ. നമ്മളിപ്പോ സുരേഷ് ഗോപി സാറ് മുഖ്യമന്ത്രി ആവും എന്ന് നമ്മൾ വിചാരിച്ച് ഇഷ്ടം സാമാന്യം നല്ലത് പ്രവർത്തനങ്ങളുടെ ആള് നല്ലത് ജനങ്ങൾക്ക് ചെയ്താലാണ് നല്ല അഭിപ്രായം കിട്ടും. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആവണമെന്ന് വിചാരിക്കുന്നുണ്ടോ? സുരേഷ് ഗോപി സാറ് മുഖ്യമന്ത്രിയുടെ അവസ്ഥയിലേക്ക് എത്തില്ലേ. എത്തരുതെന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് ആളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ജനങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആളിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. പിന്നെ സജീവമായിട്ട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിനകത്തേക്ക് ആള് എത്തിനോട്ടം കുറവാണെന്ന് തോന്നുന്നു. പാർട്ടിപരമായിട്ട് പറയല്ല, പാർട്ടിപരമായിട്ട് പറയാറുമില്ല. ഒരു വ്യക്തിയെ ചിലപ്പോൾ ആൾക്ക് സൗകര്യക്കുറവുകളുണ്ടായത് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കാത്തത് എന്നുള്ളതും. പിന്നെ ആളൊരു നടനും കൂടിയാണ്. ആൾക്ക് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുടുംബമുണ്ട്, നല്ലൊരു കുടുംബമാണ്. ആ കുടുംബമൊക്കെ നോക്കി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറേയൊക്കെ എത്തി നോക്കാൻ പറ്റിയെന്ന് വരില്ല. വേറെ ചോദിച്ചോട്ടെ, ഇപ്പൊ ചേട്ടന്റെ കടങ്ങള്, ചേട്ടനൊരു വീടുണ്ട്. ഇപ്പൊ വീട്
കുറച്ച് ഉയർത്തി തരുന്നു, ചേട്ടന്റെ മുഴുവൻ കടങ്ങള് മാറ്റി മൊത്തം ഒഴിവാക്കി തരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ BJPക്ക് വോട്ട് കൊടുക്കും? അയ്യോ ഒരിക്കലും ഇല്ല. എന്ത് നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യക്കാരനാ. അല്ല, ചേട്ടന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു, ചേട്ടൻ ഇനി മുന്നോട്ടുള്ള ജീവിതം കഷ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരാത്ത ഒരു സ്ഥിതിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടാവും. ഞാനിവിടെ യൂണിയനിൽ ചേർന്നിട്ട് 10, 35, 36 കൊല്ലായി. അങ്ങനെ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ചെയ്താലും വോട്ട് കൊടുക്കില്ല. നമുക്ക് വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ട്. പാർട്ടി ആ പാർട്ടി നമ്മളെ ഡ്രസ്സ് കണ്ടറിഞ്ഞൂടാ. CPM കാരനാണ്. അത് CPM-നെ മാത്രം വോട്ട് ചെയ്യുള്ളൂ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത്ര കാര്യങ്ങൾ നല്ലത് പൊട്ട കണ്ടാൽ എതിർത്ത് സംസാരിക്കും ചെയ്യും. ഇത്ര കാര്യങ്ങളൊക്കെ ചേട്ടന്റെ വീട് വെച്ചിരുന്നു, ചേട്ടന്റെ കടങ്ങൾ മാറ്റി തരും, എന്നിട്ട് വോട്ട് കൊടുക്കില്ല. നമുക്ക് അതായത് മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടണേ, ഇനി കഷ്ടപ്പെടണ്ട. അപ്പൊ അങ്ങനെ എന്തായാലും വോട്ട് കൊടുക്കില്ല. അതൊരു ശാശ്വത നല്ലൊരു ഉറച്ചൊരു മാർക്സിസ്റ്റുകാരന് പറ്റിയ ഒരു കാര്യമല്ല. അത് ചേട്ടന് ഉറച്ച നിലപാടാണ്. അതായത് നമ്മളൊരു പാർട്ടി ആരാധകനാണ്. അതെ, തീർച്ചയായും. നമ്മളിതുവരെ ഒരു മാറ്റം ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യൂല. ഓക്കെ, സുരേഷ് ഗോപിയുടെ ഭരണം എന്താ? സുരേഷ് ഗോപി ഭരണോ കുഴപ്പമില്ല, നല്ല വികസനമൊക്കെ ഇല്ലേ? എന്താ വികസിച്ചെന്താണ്? റോഡ് വികസിച്ച് സുരേഷ് ഗോപി വന്നോണ്ടാണ് റോഡ് വികസിച്ച് തോന്നുന്നുണ്ട്. അറിയില്ല. 18 വയസ്സായ? ഇല്ലല്ല, 17. ഇപ്പൊ 18 വയസ്സായെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യാ? ഞാനാ സുരേഷ് ഗോപിക്ക്. സുരേഷ് ഗോപി BJP പറഞ്ഞാ? എന്താണ് ഇപ്പൊ ഇവിടെ മാറ്റം ഉണ്ടായത്? മാറ്റുന്ന അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ലൈറ്റ് റോഡ് അതൊക്കെ വന്നില്ലോ. സുരേഷ് ഗോപി കാരണം വന്നതാ തോന്നുന്നുണ്ട്. അതും അറിയില്ല. പിന്നെ എന്തുകൊണ്ട് സുരേഷ് ഗോപി പേര് പറഞ്ഞ അറിയാത്തോണ്ട്? അല്ല, അത് നമ്മളാ പാർട്ടി അതാണ്. BJP പാർട്ടി ആയതുകൊണ്ട് ആന്ന് പറഞ്ഞു, അല്ലാണ്ട് പ്രത്യേകിച്ച് അറിവ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും. ഓക്കെ, ഈ 10 വർഷത്തെ പിണറായി ഭരണം കാണാൻ ഇടായിട്ടുണ്ടാ? കണ്ടിക്കണ പിണറായി ഭരണം? ഇല്ല, കണ്ടിട്ടില്ല. പിണറായി സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. പേരെന്താണ്? ഷൈൻ. ഓക്കെടാ, താങ്ക് യു. ചേട്ടൻ തൃശ്ശൂർക്കാരനല്ലേ? അതെ. സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട്? ഭരണം എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കാണാനില്ല എന്ന് പറഞ്ഞാ ഒന്നുമില്ല. ആള് പേപ്പറിലെ പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ട്, ഒന്നും നടപ്പിലാക്കുന്ന കാണാനില്ല. അത് കേരള സർക്കാരിന്റെ കുഴപ്പമാണോ സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ കുഴപ്പമാണോ എന്ന് അറിയില്ല. ഭരണം ഒന്നും കാണാനില്ല, പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഒരു വികസനം തൃശ്ശൂരിൽ വന്നിട്ടില്ല. ആള് പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല. ശക്തൻ മാർക്കറ്റ് നവീകരിക്കുന്ന പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല. അങ്ങനെ 1-2 കാര്യങ്ങൾ പറഞ്ഞൊന്നും ചെയ്തത് കാണാനില്ല. മുന്നോട്ട് കോർപ്പറേഷന്റെ കുഴപ്പം കൊണ്ടാണോ ആളുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആള് പ്രഖ്യാപിച്ചിരുന്നാണ് പച്ചക്കറി മാർക്കറ്റും ഇറച്ചി മാർക്കറ്റും നവീകരിക്കുന്നു. അത് ചെയ്തിട്ടില്ല. ഇനി മുന്നോട്ട് സുരേഷ് ഗോപി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സുരേഷ് ഗോപി പോലത്തെ ഒരാള് വേണം. അതിന് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല പറയാൻ പറ്റുള്ളൂ. ചേട്ടൻ BJP പ്രവർത്തകനാണോ? അല്ല, പാർട്ടി ഏതെങ്കിലും ഉണ്ടോ? ഒരു പാർട്ടിയായിട്ടും തന്നില്ല. പാർട്ടിയില്ല. അപ്പൊ സപ്പോസ് ഇല്ലേ ചേട്ടന്റെ കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ വീട്ടിൽ തന്നിട്ട് ചേട്ടന്റെ വീട് ഉണ്ടെങ്കിൽ വീട് നവീകരിക്കുന്നു, വീടില്ലെങ്കിൽ പുതിയ വീട് വെച്ച് തരാന്ന് BJP പ്രവർത്തകൻ പറയുന്നു. അപ്പൊ BJPക്കാർക്ക് വോട്ട് കൊടുക്കും? പ്രവർത്തിച്ച് കാണിച്ചേ കൊടുക്കും, വാക്കാലുള്ള പരിപാടിക്കില്ല. ഏത് പാർട്ടി ഒന്നാലും കൊടുക്കും, BJP കാരനല്ല. അത് ഏത് പാർട്ടി ആയാലും നമുക്ക് ഗുണമുള്ളവർക്കല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഇത്രയും നാള് ഓരോ കാൻഡിഡേറ്റിനെ നോക്കിയിട്ട് ചെയ്തിരുന്നു, അത്ര തന്നെ. ഇനി പൈസ സപ്പോസ് ഇനി പൈസ ഒരു 10,000 രൂപ തരികയാണെങ്കിൽ വോട്ട് ചെയ്യോ? 10,000 രൂപയുടെ കാര്യമല്ല, കാശ് വാങ്ങി വോട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. കാശല്ല പറഞ്ഞ ചേട്ടന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും സാധാരണ മൊത്തത്തിലുള്ള കാര്യമല്ലേ. ചേട്ടന് പേഴ്സണലി ചേട്ടന്റെ കടങ്ങൾ മാറ്റി തരും, ചേട്ടന് വീട് വെച്ച് തരും, ചേട്ടന് മുന്നോട്ടുള്ള ജീവിതം നല്ലതായിട്ട് തരികയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കും? തീർച്ചയായും വോട്ട് കൊടുക്കും. ചേട്ടനെ മാത്രം നന്നാക്കി തരികയാണെങ്കിൽ ചേട്ടൻ വോട്ട് കൊടുക്കും. ചേട്ടനെ മാത്രം നന്നാക്കി തരുന്നുള്ളൂ, അങ്ങനെ വോട്ട് കൊടുക്കുന്നവരെ മാത്രം നന്നാക്കി തരികയാണെങ്കിൽ ചേട്ടൻ വോട്ട് കൊടുക്കും? അങ്ങനെയല്ല പറഞ്ഞ ചെയ്തെന്ന് വോട്ട് കൊടുക്കും. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും വോട്ട് കൊടുക്കും, കുഴപ്പമില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയ് വിളിച്ച് നടക്കും, അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടും, അപ്പൊ വോട്ട് അവർക്ക് കിട്ടുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ